യോഗം തുടങ്ങട്ടെ. അഖിലുണ്ട് വിവരങ്ങളുമായി. അഖിൽ, 11 മണിക്ക് പറഞ്ഞ യോഗം 12 മണിക്ക് തുടങ്ങുന്നു. വ്യത്യസ്തമായി 5 MLA-മാരും ഒരുമിച്ച് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ജോസ് കെ മാണിക്ക് ചുറ്റും നിൽക്കുന്നു. അങ്ങനെ റോഷി അഗസ്റ്റിൻ അതിന് നേതൃത്വം വഹിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കണ്ടത്. യോഗം തുടങ്ങിയായി അല്ലേ? തീർച്ചയായും സ്മൃതി, യോഗം ആരംഭിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതിനു മുമ്പ് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കി. അതായത് ഇതുവരെ പറഞ്ഞതുപോലെയല്ല. അതായത് UDF പ്രവേശനം എന്നത് തുറക്കാത്ത അധ്യായം എന്നാണ് ജോസ് കെ മാണി MP പറഞ്ഞത്. ആരെങ്കിലും ആ പുസ്തകം, ആ അധ്യായം തുറന്നിട്ടുണ്ടെങ്കിൽ അവർ വായിച്ച ശേഷം അടയ്ക്കും എന്നുള്ള കാര്യം. അതായത് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതിൽ നിന്നും വളരെ കടുപ്പിച്ച നിലപാട്, അല്ലെങ്കിൽ കടുപ്പിച്ചൊരു രീതി ജോസ് കെ മാണി MP പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ ചർച്ചകൾ അജണ്ടകൾ. ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്. നേതാക്കൾ മുകളിൽ വേറെ യോഗം, നേതാക്കൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. UDF പ്രവേശനം ഒരിക്കലും തുറക്കാത്ത പുസ്തകം എന്നൊരു പ്രയോഗം കൂടി ആണ് ഇപ്പോൾ ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. അകത്തുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം. അപ്പോൾ ഇന്നത്തെ അജണ്ട എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതായാലും അജണ്ട മാധ്യമങ്ങൾ നിശ്ചയിക്കേണ്ട എന്ന് പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. തദ്ദേശഫലം വിലയിരുത്തും. തദ്ദേശഫലം വിലയിരുത്തിയ ശേഷം ഇക്കാര്യങ്ങൾ പിന്നീട് മാധ്യമങ്ങളോട് പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.